വ്ളാത്താങ്കരയിൽ കൃഷി ചെയ്യുന്ന ഒരു സവിശേഷമായ വെള്ളപ്പിരിയാൻ എന്ന് പറയുന്ന ഒരു പരമ്പരാഗതമായ ഒരു മരിച്ചിനി വെറൈറ്റിയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ മരിച്ചിനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശരാശരി 50 കിലോ മരിച്ചിനിയെങ്കിലും ഒരു കമ്പിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടുത്തെ പ്രിയപ്പെട്ട കർഷകർ കൃഷി ചെയ്തിട്ടുണ്ട്. അതിന്റെ വിളവെടുപ്പ് കാണാൻ കഴിഞ്ഞതിൽ തന്നെ ഏറെ സന്തോഷം. ഇത് അടിപൊളിയായിട്ട് ഇത് വിളവെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. നന്നായിട്ട് അതിന്റെ ചൂടൊക്കെ വൃത്തിയാക്കി ചൂട്ടിലെ മണ്ണെല്ലാം നീക്കം ചെയ്ത് ആ കമ്പോടെ പിഴുതെടുക്കുകയാണ്. അപ്പോൾ ആ രംഗമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 50 കിലോളം തൂക്കം വരുന്ന വെള്ളപ്പിരിയാൻ എന്ന് പറയുന്ന ഒരു പരമ്പരാഗതമായി ഇവിടെ കൃഷി ചെയ്തു പോന്നിരുന്ന ഒരു വെറൈറ്റിയാണ്. ആ പണ്ട് മുതലുള്ള പരമ്പരാഗതമായി ഇവർക്ക് കൈമാറി കിട്ടിയ ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ഇത്തരം മരിച്ചിനികളൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ 75 കിലോയോളം വെയിറ്റ് ഉള്ള വെള്ളപ്പിരിയാൻ എന്ന് പറയുന്ന മരച്ചീനിയാണ്. ഇതിപ്പോ ഇവര് പിഴുതെടുത്തപ്പോൾ തന്നെ അവരുടെ ഊപ്പാട് വന്നു. അത്രയ്ക്ക് തൂക്കമുള്ള ഒരു സൂപ്പർ വെറൈറ്റിയാണ്. പ്രിയപ്പെട്ട കർഷകരെ, ഇത് പിഴുതെടുക്കാൻ തന്നെ ഇവിടുത്തെ കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടി. ഏകദേശം 50 കിലോയ്ക്ക് 75 കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള മരിച്ചിനിയാണ് ഇവിടെ ഒരു കമ്പിൽ നിന്ന് തന്നെ വിളവെടുത്ത് നമുക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം കൂടുതൽ വിളവ് കിട്ടുന്ന വിളകൾ മറ്റു കർഷകർക്ക് പരിചയപ്പെടുത്തുക എന്നത് ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കമ്പാവശ്യമുള്ളവർ വ്ളാത്താങ്കരയിലെ കർഷകരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് വിളവെടുക്കാം. ഇപ്പം തന്നെ ഒരു 4-5 പേര് ഒരുമിച്ച് തൂക്കി പിടിച്ചേക്കാണ്. അത്രയ്ക്ക് വെയിറ്റ് ആണ്. സൂപ്പർ, നല്ല രുചിയുള്ള കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവർക്കും കഴിക്കാൻ കഴിയുന്ന വെള്ളപ്പിരിയാൻ എന്ന് പറയുന്ന അടിപൊളി കപ്പയാണ്. ഒരു കപ്പ തന്നെ ഏകദേശം ഒരു 3 മുതൽ 4 കിലോ വെയിറ്റ് ഉണ്ട്. ഒരു 5 കിലോ 6 കിലോ ഒക്കെ ഉള്ളത്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശരാശരി ഒരു 5 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട്. അത്രയ്ക്ക് വെയിറ്റ് ഉള്ള ഒരു കപ്പയാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ കർഷകർ ഇതുപോലെ അടിപൊളിയായിട്ട് സവിശേഷമായ കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷകരുടെ ത്യാഗവും ആത്മാർത്ഥതയുടെയും അവരുടെ അർപ്പണ മനോഭാവത്തിന്റെയും ഇടപെടലിലേക്ക് ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നല്ല വിളകൾ നമ്മുടെ നാട്ടിലൊക്കെ വിളയിക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചിനി ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് അഭിമാനമായി വ്ളാത്താങ്കരയിലെ കർഷകർ അടിപൊളിയായിട്ട് ഇതുപോലെ നന്നായിട്ട് കപ്പക്കിഴങ്ങുകൾ വിളയിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. വലിയ പരിചരണമൊന്നുമില്ലാതെ നന്നായിട്ട് വിളയിക്കാൻ കഴിയുന്ന ഒരു കാർഷിക വിളയാണ് കപ്പ എന്നത്. വെള്ളപ്പൊക്കമൊന്നുമില്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല വിളവ് കിട്ടും. 6 മാസം മുതൽ 1 വർഷം കൊണ്ടുവരെ വിളവെടുക്കാൻ കഴിയുന്ന വിവിധങ്ങളായ കപ്പ വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ പാടത്ത് ഇവിടുത്തെ പ്രിയപ്പെട്ട കർഷകർ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും പാവപ്പെട്ടവന്റെ ഭക്ഷണമായ കപ്പയെ സംരക്ഷിക്കാൻ ഇവിടുത്തെ കർഷകർ കാണിക്കുന്ന വളരെ ആത്മാർത്ഥമായ ഒരു പരിശ്രമം എന്നത് ഏറെ അഭിനന്ദനാർഹമാണ്.